ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകണം. അപ്പൊ ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അയച്ചു കൊടുത്ത് വിത്തിൻ സെക്കൻഡ്സ് അവന് ട്രസ്റ്റ് വാളറ്റിൽ നിന്ന് ഈ പൈസ അങ്ങ് പോയി. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സംഭവം അറിയാമെങ്കിൽ പ്ലീസ് ഗൈസ് ജെനുവിൻലി പറയുകയാണ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ചെറിയ എമൗണ്ട് ഒന്നും അല്ല ഗൈസ് പോയി. ഇന്ന് ഇന്റർനാഷണൽ ഫാഷൻ ഷോ നടക്കുന്ന ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരുമാണ് അങ്ങോട്ട് പോകുന്നത്. പേര് സന്തന, അമിത, മേരി. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാണ്. ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടനാണ് പേര്. ഹായ്. അപ്പൊ ഞങ്ങളെല്ലാം ഗ്രൂമിങ്ങിന് പോവാ അല്ലെ. നമ്മള് ഡ്രസ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മള് റെഡി ആവാൻ വേണ്ടി പോകും. റെഡി ആയിട്ട് നമുക്ക് കാണാം. നമ്മളോട് ചോദിച്ചാൽ ദാറ്റ് ഈസ് വെരി സ്വത്തുന്റെ ഒരു അറിവില്ലല്ലോ. അപ്പൊ ഗൈസ് അവളാണെങ്കിൽ ദുബായിൽ പോയി ഫാഷൻ ഷോയും കാര്യങ്ങളും അതുപോലെ തന്നെ കുറെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ കുറച്ച് ദിവസമായിട്ടാണെങ്കിൽ ഫുൾ തിരക്കും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ലൈവ് ആണെങ്കിലും ഈ വീഡിയോ ഇടാത്ത ദിവസം പോകുന്ന ഞാൻ പറഞ്ഞത് അതും പോകാൻ പറ്റിയില്ല. അപ്പൊ 100 ഡേ വ്ലോഗ് ചാലഞ്ച് നമ്മൾ ഫെയിൽ ആയിരിക്കുവാണ് സുഹൃത്തുക്കളെ, ഫെയിൽ ആയിരിക്കുവാണ്. എൻ്റെ നമ്മുടെ ക്ലോസ് ചങ്ക് ബസ് പടിയുടെ കല്യാണമായിരുന്നു. അപ്പൊ അവിടെ പോയിരിക്കുമായിരുന്നു. കല്യാണം ദൂരത്തൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ പോയി ഇവിടെ പോയി ഫുൾ ട്രാവലും തിരക്കും പരിപാടിയും എൻജോയ്മെന്റും ഒന്നും പറയേണ്ട കേസ് അടിച്ച് തകർത്തായിരുന്നു. അതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസം വീഡിയോ ഇടാൻ. എനിവേ നോ വറീസ് ഗൈസ്, ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ വരുന്നത് കേട്ടാ. ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ലവ് പേൾ. ഇതിന്റെ കൂടെ ഒരു പെൻഡന്റും കിട്ടും, അതുപോലെ ഒരു ക്യാനും കിട്ടും. ഈ ക്യാൻ എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇത് ഓപ്പൺ ആകുന്നതിന്റെ കൈസ് ഒരു കക്ക ഇതിനകത്ത് കാണും. ഓക്കെ, ഇത് നമ്മൾ ഇനി നൈസ് ആയിട്ടൊന്ന് തുറക്കണം കൈസ്. ഗൈസ് കണ്ട ഇതിനകത്തുനിന്ന് ഒരു പേള് കിട്ടും. നമുക്ക് പേള് ഇത് കണ്ട, ഇത് നമ്മളിങ്ങനെ നൈസ് ആയിട്ടൊന്ന് ഊരിയിട്ട് അതിനകത്തോട്ട് ഈ മുത്തൊന്ന് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ മാലം കഴുത്തിലിട്ട് ഗിഫ്റ്റ് കൊടുത്താൽ മാത്രം മതി. അടിപൊളിയല്ലേ, ഒരു വെറൈറ്റി അല്ലേ. കൂടാതെ നമുക്ക് ഒരു പൂ പോലത്തുള്ള ഒരു റിങ്ങും 2 കമ്പലും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് കേട്ടാ. ഇത് കൂടാതെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ട ഒരു ചെറിയ ചെടി, അതിനകത്ത് ഐ ലവ് യു എന്ന് എഴുതി കുറച്ച് റോസസും ഉണ്ട്. അപ്പൊ ഗൈസ് ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകണം. അപ്പൊ ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടാ. അപ്പൊ ഗൈസ് വേറെ ഒന്നല്ല, എൻ്റെ ഒരു 70,000 രൂപയാണ് എനിക്ക് ഇന്നലെ സ്കാം ചെയ്തതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. 70,000 രൂപ പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിൽ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ ഇന്നലെ ഒരു $10,000 മറ്റേ കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു $701 കണ്ട് ഞാൻ എൻ്റെ കസിന് അയച്ചു കൊടുത്ത്. എന്നിട്ട് പറഞ്ഞാൽ അതൊന്ന് ബിനാൻസ് ഇട്ട് B2B ചെയ്ത് മാറ്റി നമ്മൾ കൺവേർട്ട് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ ഒന്ന് ചെയ്യാൻ പറഞ്ഞായിരുന്നേ. അപ്പം അവൻ ഇതേപോലെ ബിനാൻസ് B2B ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ ഇത്ര $1 അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഇത് എവിടെ നിന്ന് കിട്ടിയാണെന്നൊക്കെ അവനോട് ചോദിച്ചേ. അപ്പോൾ അവൻ പറഞ്ഞ് ട്രേഡിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റാണ്. അപ്പം പറഞ്ഞ് അവരുടെ നമ്മുടെ ബയ്യറുണ്ടല്ലോ, ബയ്യർ പറഞ്ഞ് ഇല്ല എനിക്ക് വിശ്വാസമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും ട്രസ്റ്റ് വാളറ്റിനകത്ത് ഇട്ടയച്ചും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ഫ്ലാഷ് USDT ബ്രോ ഗൈസ്, അങ്ങനെ എന്തോ പറയുന്ന സംഭവമുണ്ട്. USDTയുടെ ഫേക്ക് പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഈ മണ്ടൻ ചിക്കനാണെങ്കിൽ ഒരു ആവശ്യമില്ലായിരുന്നു. അവൻ എല്ലാ പ്രാവശ്യം കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം അവൻ എന്തുവാണ് ഇതെടുത്ത് ട്രസ്റ്റ് വാളറ്റിലോട്ട് ഇട്ടിട്ട് ആ ബയ്യർ പറയാനുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അവൻ അയച്ചു കൊടുത്ത് വിത്തിൻ സെക്കൻഡ്സ് അവന് ട്രസ്റ്റ് വാളറ്റിൽ നിന്ന് ഈ പൈസ അങ്ങ് പോയി. എന്തോ ഫ്ലാഷ് USD ഡിറ്റക്റ്റഡ് എന്നൊക്കെ പറയാം, എന്തോ അവൻ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറൊരു വാളറ്റ് അഡ്രസ്സിലോട്ട് പോയി. ഇത് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നമ്മുടെ ട്രസ്റ്റ് വാളറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? പൈസ അങ്ങനെ പോകാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ അവിടെയൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്, സ്കാം ചെയ്തെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവരെങ്ങനെ എടുക്കുന്നേ? ഇത് അഥവാ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വല്ല രക്ഷയുണ്ടോ? അല്ലെങ്കിൽ ഇവരെ പിടിക്കാൻ വല്ല രക്ഷയുണ്ടോ? എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സംഭവം അറിയാമെങ്കിൽ പ്ലീസ് ഗൈസ് ജെനുവിൻലി പറയുകയാണ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, മെയിൽ അയക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. കാരണം ചെറിയ എമൗണ്ട് ഒന്നും അല്ല ഗൈസ് പോയത്. 70,000 രൂപയാണ് ഇന്നലെ പോയത്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്ത് തിരിച്ച് കിട്ടാനാ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടോ ഗൈസ്? ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഗൈസ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തൊന്ന് പറയണേ. ഹെൽപ്പ് മീ ഔട്ട്.